എൻ്റെ സിനിമയിൽ വയലൻസ് ഉണ്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സിനിമകൾ നമുക്കത്ര ശുഭകരമായ സിനിമയല്ല. നിങ്ങൾ നല്ല സിനിമ ഉണ്ടാക്കുക. വയലൻസിനെ, അക്രമത്തെ, ചോരയെ കച്ചവട മാർഗമാക്കുന്നത് ഒരു നല്ല ട്രെൻഡല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. സാധാരണ വ്യത്യസ്തമായി അതിൻ്റെ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, അല്ല അതിനെ മാർക്കറ്റ് ചെയ്തത് പോലും. ജഗദീഷിനെ കൊണ്ട് ഏതാണ്ട് എല്ലാ ഇൻ്റർവ്യൂവിലും പറയിപ്പിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തികേട് ചെയ്തിട്ടില്ല എന്ന്. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. മലയാളത്തിൽ ഒരു സിനിമ റിലീസാവുന്നു. സിനിമ ഇവിടെ ഗംഭീര ഹിറ്റാവുന്നു. സിനിമ മൊഴിമാറ്റം സംഭവിച്ച് തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ റിലീസാവുന്നു. എല്ലായിടത്തും പ്രേക്ഷകർ ഒരുപോലെ പറയുന്നു പടം സൂപ്പർ എന്ന്. അതിനുശേഷം പടം കൊറിയയിലേക്ക് പോകുന്നു. പറഞ്ഞു വന്നത് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം ചാനൽസിലും നടക്കുന്ന ഒരു ഡീഗ്രേഡിങ് എന്ന് പറയാമോ? എത്രയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ പടം ഓൾറെഡി ജനങ്ങൾ കൈനീട്ടി സ്വീകരിച്ചു. എങ്കിൽ പോലും ഒന്നുകിൽ ആ സിനിമയോടുള്ള, ഇല്ലെങ്കിൽ ആ സിനിമയിലുള്ള ഉൾപ്പെടുന്ന ഈ വയലൻസ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയോട് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ, വയലൻസ് കാണിക്കുന്നത് ഒരുപാട് കുട്ടികളെ ചീത്തയാക്കും, ഇല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിലേക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ എല്ലാം ഒരുപാട് ക്രിമിനൽ മെന്റാലിറ്റി വളർത്താൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇപ്പൊ മുന്നോട്ട് വരുന്നത് ഞാൻ കണ്ടു. അപ്പം അതിനെപ്പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, മെയിൻ സ്ട്രീം ചാനൽസ് ഈ സിനിമയെ എടുത്തങ്ങോട്ട് കഷ്ണിക്കാൻ നോക്കുന്നുണ്ട്. ഒരു ചാനലിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ, ആ പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് അവർ പല കാര്യങ്ങളും, പല വിഷയങ്ങളെ ചർച്ച ചെയ്യാറുണ്ട്. അതിനകത്ത് ഭൂരിഭാഗവും അവരുടെ ഒരു സംസാരം ശൈലി, അതുപോലെ തന്നെ അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ഒക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ അവർ സംസാരിച്ചപ്പോൾ എനിക്ക് തീരെ കണക്ട് ആയില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. അതിന് മുമ്പായിട്ട് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വെബ്സൈറ്റിൽ വന്ന ഒരു വാർത്ത, അത് നിങ്ങൾക്ക് അതിവിടെ അത്യാവശ്യം കുറെ ഓൺലൈൻ മീഡിയ ചാനൽസ് ഒക്കെ എടുത്തു വെച്ച് അത് ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പായിട്ട് ഇപ്പോൾ ഓൾറെഡി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓൺലൈൻ മീഡിയാസോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചാനൽസോ പറയുന്നതിനകത്തോട്ട് കൂടുതൽ ചെവിക്കൊള്ളാതെ നേരെ ഇതുപോലുള്ള മെയിൻ സ്ട്രീം ചാനലിന്റെ വെബ്സൈറ്റിൽ വന്ന ഈ ഒരു വാർത്തയെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവർ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് കാണിച്ചു തരാം, നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിലോട്ടൊക്കെ പോകാം. സംഗതി വേറൊന്നുമല്ല, ഈ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ആ റൈറ്റിംഗ്, മാർക്കോ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിനകത്ത് നമ്മുടെ ചിയാൻ വിക്രം വില്ലനായിട്ട് വരുന്നു എന്നൊരു റൂമർ ഇപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ പറക്കുന്നുണ്ട്. അത് റൂമർ ആയിട്ട് തന്നെ ജസ്റ്റ് ചുമ്മാ കുറെ പേര് തട്ടി വിടുന്നതായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതുപോലെ ഏഷ്യാനെറ്റ് പോലൊരു ചാനലിന്റെ വെബ്സൈറ്റിലൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥ കാണും. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് പോവാം. ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. മാർക്കോ 2 ഉണ്ണി മുകുന്ദന് വില്ലൻ, സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ച ആ പേര്, ചൂട് പിടിച്ച് ചർച്ച. ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയുടെ 2ാം ഭാഗത്തിൽ തമിഴ് സൂപ്പർ താരം വില്ലനായി എത്തുന്നു എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നു. കൊച്ചി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് ആദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ ലോകമാകെ തരംഗമായിരിക്കുകയാണ്. ഹെവി മാസ് വയലൻസ് മൂവി എന്നാണ് ഏവരും ചിത്രത്തെ വാഴ്ത്തുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ 2ാം ഭാഗത്തിനൊരുങ്ങുന്ന മാർക്കോ 2 തമിഴ് സൂപ്പർ താരം ചിയാൻ വിക്രം വില്ലനായി എത്തുന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇതോടെ ചൂട് പിടിപ്പിച്ച ചർച്ചകളാണ് നടക്കുന്നത്. ഉണ്ണിയോടൊപ്പം വിക്രവും ഒന്നിക്കുന്നു എന്ന രീതിയിൽ എത്തിയിരിക്കുന്ന വാർത്ത ഏവരും ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. തിയേറ്ററുകളിൽ 3ാമത്തെ ആഴ്ച പിന്തുടരും. മികച്ച കളക്ഷനുമായി എല്ലാ ഭാഷകളിലും നിറഞ്ഞ സദസ്സിൽ മാർക്കോ കുതിപ്പ് തുടരുകയാണ്. മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെയും ഉണ്ണി മുകുന്ദൻ ഫിലിംസിന്റെയും ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ചിരിക്കുന്ന മാർക്കോ മലയാളത്തിൽ നിന്നും ഇതുവരെ പുറത്തു വരാത്ത രീതിയിലുള്ള സിനിമയെന്ന പ്രേക്ഷകാഭിപ്രായം. മലയാളത്തിൽ ഒട്ടേറെ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ ഹനീഫ് ആദേനിയുടെ സംവിധാനത്തിൽ എത്തിയിരിക്കുന്ന മാർക്കോ ഒരു ഹൈ ഒക്ടെയിൻ ആക്ഷൻ പാക്ഡ് ക്രൈം ഡ്രാമയായി തിയേറ്ററുകൾ കീഴടക്കി മുന്നേറുകയാണ്. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സൂക്ഷ്മമായി കൊറിയോഗ്രാഫി ചെയ്ത ആക്ഷൻ രംഗങ്ങളിലൂടെ സ്വർണ്ണക്കടത്തിന്റെ അപകടകരമായ ലോകത്ത് നിന്നുള്ള പ്രതികാരത്തിന്റെയും വീണ്ടെടുക്കലിന്റെയും സങ്കീർണതകളുടെയും ഒക്കെ സിനിമാറ്റിക് വിവരണമാണ് ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രം എന്ന നേട്ടവും ചിത്രം നേടിക്കഴിഞ്ഞു. ഏപ്രിലാണ് സിനിമകളുടെ
ഏപ്രിലാണ് സിനിമയുടെ കൊറിയൻ റിലീസ്. 100ഓളം തിയേറ്ററുകളിലാണ് ചിത്രം കൊറിയയിൽ എത്തുന്നത്. ഉണ്ണിമൂന്നിനോടൊപ്പം സിദ്ദിഖ്, ജഗദീഷ്, അൻസൻ പോൾ, കബീർ. ഓക്കെ, ഇത്രയും മതി. അപ്പം കണ്ടല്ലോ നിങ്ങള്. കൊറിയയിൽ ഏപ്രിലിൽ റിലീസ് ചെയ്യാൻ പോവാണ് പടം. അടുത്ത സെക്കൻഡ് പാർട്ട് വരുന്നതിൽ വിക്രമാണ് എന്നുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് വഴിയും ഇപ്പൊ ഞാൻ അറിഞ്ഞിരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു സത്യാവസ്ഥയൊക്കെ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഹനീഫ് ഏദാനി അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷെരീഫ്, ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് തന്നെയാണ് പറയേണ്ടത്. നമുക്ക് നോക്കാം വിക്രം വരുമോ ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ, അതോ വേറെ ഏതെങ്കിലും തമിഴ് നടനാണോ എന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേ അറിയാൻ പാടുള്ളൂ. പക്ഷെ എന്റെ ഒരു മെന്റാലിറ്റിയിൽ ഇതിന്റെ ഒരു എൻഡ് പടം കണ്ടവർക്ക് അറിയാം എങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് ഗംഭീരമായിട്ട് വന്നിട്ട് ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുമ്പോൾ അത്ര ഗംഭീരമാകാതെ ഓടാതിരുന്ന ഒരുപാട് സിനിമകളുണ്ട്. മാർക്കോയ്ക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കാരണം വയലൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരു തവണ ഇറക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു ഗുമ്മ് കാണാനായിട്ട്. പക്ഷെ സെക്കൻഡിലും അപ്പം അതിന്റെ എക്സ്ട്രീം, അതിന്റെ അപ്പുറത്തെ സാധനങ്ങൾ വേണം കാണിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത്ര ഇറിക്കണമെന്നില്ല. ഇവരിപ്പോ ഇതിനകത്ത് തന്നെ കുറെ കാര്യങ്ങളൊക്കെ ഇവർ കാണിച്ചപ്പോഴത്തേക്ക് സെൻസർ ബോർഡൊക്കെ കട്ട് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും സെക്കൻഡ് പാർട്ടിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. വെറുതെ ഞാനും എന്റെ ഊഹാപോഹങ്ങൾ വെച്ച് നീട്ടുന്നില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു നമ്മുടെ വിക്രം അടുത്തൊരു സെക്കൻഡ് പാർട്ടിൽ കാണുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഔട്ട് ഓഫ് ഫോക്കസിന്റെ ചർച്ചയിലേക്ക് വന്നപ്പോ അവിടെ കുറച്ച് കാര്യങ്ങൾ അവര് പറഞ്ഞു വെക്കുന്നുണ്ട്. കാണ്. വയലൻസും ചോരക്കളിയും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിനിടയിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും? ദിവ്യ കണ്ട സിനിമ മാർക്കോയാണോ? മാർക്കോയും കണ്ടു, റൈഫിൾ ക്ലബ്ബ് കണ്ടു, പണി കണ്ടു, അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ടു. ഓക്കെ, ഞാൻ മാർക്കോ കണ്ടില്ല. ഈ മാർക്കോ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണങ്ങളൊക്കെ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർക്കോയിൽ അത് എന്താണ് 18+ ആളുകൾ കാണേണ്ട സിനിമയാണ്, എയർ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ്. അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് അതിന്റെ ട്രെയിലറുകളിൽ നിന്നും മറ്റ് റിവ്യൂകളിൽ നിന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അത് കാണണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. മുതിർന്നവർ കണ്ടാൽ മതി എന്നുള്ളത്, മുതിർന്നവർക്ക് അത് അത്തരം ചിത്രം കാണുന്നവർ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. അതിൽ മാർക്കോ കാണേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ആ സിനിമ സാധാരണ വ്യത്യസ്തമായി അതിൻ്റെ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, അല്ല അതിനെ മാർക്കറ്റ് ചെയ്തത് പോലും. ജഗദീഷിനെ കൊണ്ട് ഏതാണ്ട് എല്ലാ ഇൻ്റർവ്യൂവിലും പറയിപ്പിച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തികേട് ചെയ്തിട്ടില്ല എന്ന്. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. ഓക്കെ, ജഗദീഷ് ചേട്ടൻ പറയുന്നത് ഞാനും കേട്ടു. അതായത് വൃത്തികേട് ചെയ്തിട്ടില്ലെന്നല്ല, ഈ പടത്തിനകത്ത് അതിന് മാത്രം വയലൻസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ്, ആ ഒരു ടേം ജഗദീഷ് ചേട്ടൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഉള്ള കാര്യം തന്നെയല്ലേ, ഇല്ലാത്ത കാര്യമൊന്നും അല്ല. അതായത് ഈ പടം കണ്ട എല്ലാവർക്കും അറിയാം, മാക്സിമം ഇതുപോലെ ഒരു മലയാള ചിത്രം ഉണ്ടായിട്ടില്ല ഇത്രയും വയലൻസ് കാണിച്ചിട്ടുള്ളത്. അത് കൂടാതെ ഒരു പ്രഗ്നന്റ് ലേഡിയോട് ചെയ്യുന്ന വയലൻസ് ഒക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ എന്റെ അറിവില് മലയാളത്തിൽ ഒരു സിനിമയിലും ഇല്ല. അപ്പൊ ജഗദീഷ് ചേട്ടൻ അത് പറഞ്ഞത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന രീതിയിലേക്ക് ഇവർ വെച്ചാലും അതിന്റെ അപ്പുറം അതിനകത്തൊരു സത്യാവസ്ഥ ഉണ്ടെന്നേ. മനസ്സിലായില്ലേ? വയലൻസ് ആണ് പുള്ളി അതേ പറഞ്ഞിട്ടുള്ളൂ. പുള്ളി ചെയ്തതിൽ വെച്ച് വൃത്തികേടെന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും സത്യമായിരിക്കാം. പുള്ളി അത് യൂസ് ചെയ്തതായിട്ട് എന്റെ അറിവിൽ പുള്ളി ഏറ്റവും മലയാള സിനിമ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വയലൻസ് നിറഞ്ഞൊരു പടമാണ് എന്നുള്ളതാണ് പുള്ളി മിക്കയിടത്തും പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ വൃത്തികേടെന്ന് പറഞ്ഞാലും വൃത്തികേടൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. മനസ്സിലായത്? ഏത് തരം വൃത്തികേടെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചെടുത്തോളൂ. ഞാൻ ഈ വൃത്തികേടിനെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല, ഓരോരുത്തർക്ക് അത് ഓരോ രീതിയിലായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ജഗദീഷ് ചേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതൊരു പ്രൊമോഷൻ ഇതിനകത്ത് ഒരുപാട് വേറെ രീതിയിലല്ല. ഇപ്പൊ ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ നമ്മുടെ ഡബ്സി ഇഷ്യൂ ഒക്കെ വന്നപ്പം പ്രൊമോഷന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇവിടെ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് പ്രൊമോഷന് വേണ്ടിയിട്ട് പല ഉടായ്പകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രൊമോഷൻ സ്ട്രാറ്റജിക്സ് മാത്രം. മനസ്സിലായില്ലേ? അതിനെ അങ്ങനെ എടുത്താൽ മതി. പിന്നെ ഈ സിനിമയെ പറ്റി ഇതിന്റെ അണിയറ പ്രവർത്തകരെല്ലാം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, പടത്തിനകത്തെ വയലൻസ് വേറെ ഗംഭീര സ്ക്രിപ്റ്റ് ആണെന്നോ മറ്റേ ഡയറക്ഷൻ സൂപ്പർ ഇങ്ങനൊന്നും ആരും പറഞ്ഞിട്ടില്ല. അവരെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ പോയി തിയേറ്ററിൽ പോയി കണ്ട ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പൊ ജഗദീഷ് ചേട്ടൻ എന്താ പറഞ്ഞു വെച്ചതും കൂടെ നിങ്ങളൊന്ന് കാണ്. എന്തായാലും ഇവര് പറഞ്ഞ മാത്രമായിട്ട് കേൾക്കണ്ട, ഞാൻ വെച്ച് തരാം എന്താണ് ജഗദീഷ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പം ഈ വാഴയുടെ പ്രൊമോഷൻ സമയത്ത് ഞാൻ പറഞ്ഞു ഇപ്പം എന്തൊക്കെയാണ് ഭാവിയിലെ പ്രോജക്ട്സ്. അപ്പം പിന്നെ എല്ലാം സ്ഥിരം ഇതേപോലെ അച്ഛൻ ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛനൊന്നും അല്ല, ഒരിക്കലും എന്നിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ചില കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്, എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാർക്കോ എന്ന പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഷറഫുദ്ദീൻ വേറൊരു ഇന്റർവ്യൂവിൽ മറ്റേ ബൊഗൈൻവില്ലയുടെ പ്രൊമോഷൻ സമയത്ത് ഷറഫുദ്ദീൻ പറഞ്ഞു, ഇൻഡസ്ട്രിയിൽ ഒരു സീനിയർ ആക്ടർ ഒരു റോള് ചെയ്തിട്ടുണ്ട്, ആരും ചെയ്യുന്ന റോളല്ല, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പ്രൊമോഷൻ മാർക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ ആൾക്കാർ കാണുമ്പോൾ എന്താണ് മാർക്കോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്,
സിൻസിയറായിട്ടുള്ള ആ കഥാപാത്രം എനിക്ക് തരാനുള്ള ഒരു മനസ്സ് ഹനീഫ് അദേനി എന്ന സംവിധായകനുണ്ടായതിൽ എനിക്ക് അദ്ദേഹത്തോട് തീർച്ചയായിട്ടും വലിയ കടപ്പാടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു സ്ഥലത്തും ഞാൻ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയാൻ റെഡിയല്ല. എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് വളരെ എന്താ പറയുക നെഗറ്റീവ് എലിമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അപ്പോൾ ക്രൂവൽ ആയിട്ടുള്ള ഒരു കഥാപാത്രം, അതിനകത്ത് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഷ്യും അല്ല, ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ ഷെയ്ഡ്സ് അത് ഞാൻ പരമാവധി സിൻസിയറായിട്ട് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ എന്താണെന്ന് കേട്ടല്ലോ. ഇത് ഒരു ഓൺലൈൻ മാധ്യമത്തിന്, ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു കൊടുത്ത ഇന്റർവ്യൂവിൽ ജഗദീഷ് ചേട്ടൻ പറയുന്ന കാര്യങ്ങളാണ്. ജഗദീഷിന് അപ്പൊ പറഞ്ഞ തന്നെയാണ് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത്. പുള്ളിയുടെ ലൈഫിൽ പുള്ളി ഒരു മലയാള സിനിമ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ, അതാണ് മാർക്കോ. അതുപോലെ തന്നെ വയലൻസ്, ഇതുപോലൊരു വയലൻസ് വേറെ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പുള്ളിയുടെ ക്യാരക്ടർ ഈ പറയുന്ന പോലെ കുറെ പേര് അത് പറയുന്നുണ്ടായിരുന്നു, പുള്ളിയുടെ ക്യാരക്ടർ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പുള്ളി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. സിനിമയെ പറ്റി പുള്ളി ഈ ഒരു കാര്യം പറഞ്ഞു പോയിട്ടുണ്ട്. ബാക്കി ഇനി ജഗദീഷ് ചേട്ടൻ പറയുന്നതല്ല, നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസിൽ അവർ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇത്രയും ബ്ലഡ് ഉപയോഗിച്ച ഒരു സിനിമ മലയാള സിനിമയിൽ, ഈ എന്താ പറയുന്നത്, കൃത്രിമ ബ്ലഡ് ഉപയോഗിച്ച സിനിമ ഇല്ല. അങ്ങനെ പലതരത്തിൽ കഥയെക്കുറിച്ചല്ല, അഭിനയ മികവിനെക്കുറിച്ചല്ല, അല്ലെങ്കിൽ പുതിയ ഒരു പരീക്ഷണ രീതിയെക്കുറിച്ചല്ല, ഞങ്ങൾ പരമാവധി അക്രമം കാണിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ എല്ലാ ഈ പ്രചാരണ വഴികളിൽ അവർ ഉപയോഗിച്ച മാർഗം. ഞാൻ ഈ മാർക്കോയെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, സമീപകാലത്തെ സിനിമകളിൽ കണ്ട വയലൻസ് എല്ലാം എന്നെ സംബന്ധിച്ച് ഡിസ്റ്റർബിംഗ് ആണ്. അപ്പോൾ മനുഷ്യനെ സിനിമ സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ മനുഷ്യനെ സിനിമ സ്വാധീനിക്കും. മനുഷ്യനെ സിനിമ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ എന്തുമാത്രം സിനിമ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ഹെയർ സ്റ്റൈലിനെ സ്വാധീനിക്കുന്നു, നമ്മുടെ ഉടുപ്പിനെ സ്വാധീനിക്കുന്നു, നമ്മൾ പറയുന്ന വർത്തമാനത്തെ, നമ്മൾ സ്വീകരിക്കുന്ന പൊളിറ്റിക്സിനെ, നമ്മുടെ പൊളിറ്റിക്സ് ചേഞ്ച് ചെയ്യുന്ന സിനിമ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. സിനിമ ഇത് കുറെ കാലങ്ങളായിട്ട് കുറെ ആളുകൾ പറയുന്നത്, ഞാൻ ഓൾറെഡി എൻ്റെ ഒരു പെർസ്പെക്റ്റീവിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ വീണ്ടും പറയാം. സിനിമ മനുഷ്യനെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ മനുഷ്യനെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വ്യക്തി പറഞ്ഞ കണക്ക് തന്നെ ഡ്രസ്സിങ് സ്റ്റൈലിലാണെങ്കിലും ശരി, വേറെ പല ലൈഫ് സ്റ്റൈലിൽ കംപ്ലീറ്റ്ലി പല സിനിമകൾ നമ്മളെ ബാധിക്കാറുണ്ട്. പക്ഷെ മാർക്കോ പോലൊരു സിനിമ, അതിനകത്തെ വയലൻസ് നമ്മളെ ബാധിച്ചു, ആ സിനിമ കണ്ട് നമ്മൾ അങ്ങനെ ഭയങ്കര വയലൻസിലേക്ക് നമ്മൾ തിരിയുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും കുറച്ചുകൂടെ നീറ്റായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുപ്രാന്തായതുകൊണ്ട്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സിനിമയിൽ വയലൻസ്, ഞാനൊക്കെ പടം കണ്ടപ്പോഴത്തേക്ക് ഞാനൊക്കെ പലതും കാണുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയായിരുന്നു. കാരണം ചിലതൊന്നും നമുക്ക് അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അത് ആ ഒരു സിനിമയാണ്, എന്റർടൈൻമെന്റിന്റെ ആ ഒരു രീതിയിൽ ആ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ എല്ലാ പടങ്ങളും ഇപ്പം എന്താണ് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നു, ഒരു സിനിമയിൽ ഒരുപാട് കാശ് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നു, നമുക്ക് മോട്ടിവേഷൻ തരുന്നു. നമുക്കും ചിലപ്പോൾ ആ സിനിമ ഒരുപാട് നമ്മുടെ ലൈഫിലേക്ക് എടുത്തു വെച്ച് നമുക്കും അതുപോലെ കാശുകാരനാണെന്ന് വിചാരിക്കും. നമ്മൾ ചിലപ്പോൾ അതിനനുസരിച്ച് കഷ്ടപ്പെടും, ചിലപ്പോൾ കാശുകാരനായേക്കാം. എന്ന് വെച്ച് അത് കാശിന് വേണ്ടിയിട്ട്, അതുകൊണ്ടൊരു ഗുണമുണ്ട്. മറ്റേത് തിരിച്ചു, മാർക്കോയിലെ വയലൻസ് അത് നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഗുണവും തരുന്നില്ല, നേരെ നമ്മളെ കുഴിയിലോട്ട് ചാടിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് കണ്ട് നമ്മൾ മറ്റേ ക്രിമിനലായി എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഒരിക്കലും അതിനെ യോജിക്കുന്നില്ല. അത് കണ്ടിട്ട് ക്രിമിനൽ ആകുന്നവൻ, അവൻ ഓൾറെഡി അവന്റെ മൈൻഡിൽ അവൻ ക്രിമിനൽ ആണ്. അവൻ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടാലേ കുറച്ചും കൂടി ഒരു എക്സ്പോഷർ കിട്ടുള്ളൂ, അവന്റെ മറ്റേ സോക്കേട് കാണിക്കാൻ പറ്റുള്ളൂ. അതിന് മലയാളം പടം തന്നെ വേണമെന്നുണ്ട്, അങ്ങനൊന്നും ഇല്ല. വേറെ പല ഭാഷകളിൽ പല പടങ്ങൾ ഇറങ്ങുന്നുണ്ട് ഭയങ്കര വയലൻസ് ആയിട്ടുള്ള. ഇവന്മാരൊക്കെ നേരത്തെ അതൊക്കെ ഇരുന്ന് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇത് കണ്ടിട്ട് ചിലപ്പോൾ കുറച്ചും കൂടെ ഇത് കണ്ടിട്ട് ഓൾറെഡി ഭ്രാന്ത്. ഇതിന്റെ കൂട്ടത്തിൽ മലയാളത്തിൽ ഓക്കെ, കേരളത്തിലും ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞോളം ചെയ്താലേ ഉള്ളൂ. പക്ഷെ ഓൾറെഡി അങ്ങനെയുള്ള ആളുകൾ ഈ സിനിമയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വയലന്റ് ആവുക അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നവനൊക്കെ അവന്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ ഉണ്ട്, അതിനെ ഒന്ന് തട്ടിവിടുന്നു ഈ ഒരു സിനിമ, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ സിനിമ കണ്ടുകൊണ്ട് മാത്രം അങ്ങനൊന്നും പറയുന്നതിനകത്ത് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. ബാക്കി ചില പൊതുവിടങ്ങളിൽ പറയാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സിനിമ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളം വിട്ടുപോയ പല സംസ്ഥാനങ്ങളിലും ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ പോലും സിനിമയ്ക്ക് വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. സിനിമ സ്വാധീനിക്കുന്നതിന്, നന്നായി മനുഷ്യജീവിതത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഇന്ത്യ പോലെ രാജ്യത്ത് പല സ്വഭാവത്തിൽ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിൽ കാണേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ വയലൻസിനെ ഇങ്ങനെ നമ്മളതിൻ്റെ പീക്കിലെത്തിക്കുകയും അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും അതിനെ ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ അജിംസ് പറഞ്ഞ പോലെ പഠനങ്ങളുണ്ടാവാം. പക്ഷേ ആളുകളുടെ വയലൻസിൻ്റെ ഒരു പരമാവധി കണ്ട് അതിൽ ഇരകൾ അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ ഒരു തീവ്രത കണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ടാവാം. പക്ഷേ ഇത് നോക്കൂ, ഈ സിനിമ, ഇപ്പോൾ അവസാനത്തെ സിനിമ മാർക്കോ, ആ സിനിമ വയലൻസാണ് പരമാവധി. വയലൻസിന് വീരപരിവേഷം കൊടുക്കുകയാണ്, ഗ്ലോറിഫൈ ചെയ്യാണ് എന്ന് മാത്രമല്ല
അടുത്ത രണ്ടാം ഘട്ടം ഇതിനേക്കാൾ വയലൻസിൽ കൊണ്ടുവരാൻ പോകുന്ന ആവേശത്തോടെ പറയുകയാണ് അതിൻ്റെ സംവിധായകൻ ഇപ്പോൾ അതുണ്ടാക്കിയ ആൾ. അപ്പോൾ എന്ന് വെച്ചാൽ വയലൻസിനെ പൊതുസ്വീകാര്യതയുള്ളൊരു സംഗതിയാക്കുക, അതിനെ ഹീറോയിക് ആക്കുക എന്ന് വെച്ചാൽ അത് ആളുകളെ എത്ര സുഖകരമായിരിക്കും സ്വാധീനിക്കുക എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ വീണ്ടും പറഞ്ഞ പോയിന്റ് ഇതാണ്, ഞങ്ങളുടെ സിനിമയിൽ പരമാവധി അക്രമമുണ്ട് എന്ന് മാത്രം പറയുക, വേറൊന്നും പറയാതെ അത് പ്രചരിപ്പിക്കുക, അതൊരു കീ സ്ട്രാറ്റജി ആക്കി എടുത്താൽ അത് കുഴപ്പമാണെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ചേട്ടാ, എൻ്റെ ഒരു സംശയം ഇത്രേ ഉള്ളൂ. ഇത് മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ അത് അതിനകത്ത് പ്രേമവും മറ്റേ മാങ്ങാണ്ടി പരിപാടികളൊന്നുമില്ല. റോം കോം സാധനമോ അല്ലെങ്കിൽ ഒന്നുമല്ല, കോമഡി പടമല്ല, ഇച്ചിരി റൊമാൻസ് ഉള്ളൊരു അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല. അതിൽ കംപ്ലീറ്റ്ലി ഇടിയും പിടിയും വയലൻസും മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സിനിമ പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് വയലൻസ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ അതിനകത്ത് വേറെ സാധനമാണെന്നും പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ വന്നിരുന്ന കഥ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പടം പോയി കാണുമ്പോഴത്തേക്ക് വർക്കാവത്തില്ല, സിനിമ മനസ്സിലാവത്തില്ലേ. അതുകൊണ്ട് തന്നെ അത് വയലൻസ് ഉള്ള പടമാണെന്ന് പറഞ്ഞ് അവർ ഇറക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അതാണ് സാധനമെങ്കിൽ അവിടെയാണ് ആ സിനിമ ഹിറ്റായിരിക്കുന്നത്. പിന്നെ ചേട്ടന്മാർക്ക് അറിയാത്തൊരു കാര്യം കൂടെ, ചേട്ടന്മാർക്കൊക്കെ അറിയാം, പിന്നെ അത് മിണ്ടത്തില്ല. അങ്ങനെ ചേട്ടന്മാർക്ക് നിർത്താൻ പറ്റുമെങ്കിൽ ഈ OTT നമ്മുടെ നാട്ടിൽ ഇറക്കുന്ന, ഇവിടെ വയലൻസ് വേണ്ട, ഇവിടെ റോം കോം മൂവീസ് മാത്രം മതി, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താണ്, ഇപ്പം ലാലേട്ടന്റെ ഒരു സിനിമ വരുന്നുണ്ട്, എന്തായാലും അയ്യോ ഞാൻ ആ പടത്തിന്റെ പേര് മറന്നുപോയി, നമ്മുടെ ദൃശ്യം പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്, എന്താണെങ്കിലും കുറച്ച് ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള, ഞാൻ ആ പടത്തിന്റെ പേര് മറന്നുപോയി, തരുൺ മൂർത്തിയുടെ ഒരു പടം. ഇതുപോലുള്ള പടങ്ങൾ മാത്രം ഇവിടെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഒരു പരിധി വരെയൊക്കെ ഓടും, ചിലപ്പോൾ 1-2 വർഷം ഓടും. അത് കഴിഞ്ഞ് ആരും കാണാൻ പോകത്തില്ല അങ്ങനത്തെ പടങ്ങൾ. ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ, എനിക്ക് തോന്നുന്നു ഒരു ഗ്യാപ്പിന് ശേഷം ഇങ്ങനൊരു ആക്ഷൻ വയലൻസ് മൂവിയൊക്കെ ഈ അടുത്ത് വന്നത് ഇപ്പൊ മാർക്കോ ആണ്. അതിന് മുമ്പ് അടുത്തൊന്നും ഇല്ല. അതിന് മുമ്പ് ഉണ്ടായിരുന്ന മൊത്തവും ഒന്നെങ്കിൽ കോമഡി, ഇല്ലെങ്കിൽ മറ്റേ കുറച്ച് പ്രേമം, തേങ്ങ, ഇങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ ഇത് കണ്ടോണ്ടിരിക്കത്തില്ല. പീപ്പിൾ നീഡ് സംതിങ് ഡിഫറെന്റ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു സമയത്താണ് ഈ ഒരു സാധനം വന്നത്. അതാണ് ഇത് വർക്കാവുന്നത്. അതും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം, ഒരു സിനിമയെ ചുമ്മാ വന്നിരുന്ന് കുത്തുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ ഇതിപ്പം OTT-യിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ ചേട്ടാ, നിങ്ങൾ ആരും കാണത്തില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇവിടെ കാണാൻ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിന്റെ സാധനങ്ങൾ മാത്രമല്ല ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് OTT-യിൽ പല ഭാഷയിലെ സാധനങ്ങൾ കിട്ടും. വയലൻസ് മൂവീസ് കിട്ടാറുണ്ട്, ഹൊറർ മൂവീസ് കിട്ടാറുണ്ട്, ആക്ഷൻ മൂവീസ് കിട്ടാറുണ്ട്. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നത് തടയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ മാർക്കോയെ അങ്ങ് ബഹിഷ്കരിക്കുക. ഓക്കെ, ബഹിഷ്കരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബഹിഷ്കരിക്കുക. ഇല്ലാതെ ചുമ്മാ വന്നിരുന്ന് മലയാളത്തിൽ നിന്ന് ഒരു പടം പോയി അതിന് കുറച്ച് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ ഉടനെ ആ സിനിമയെ ഇങ്ങനെ വെച്ചോണ്ട് ഇത്തരം സിനിമകളെ കാണും മനുഷ്യന്മാരെന്താ വിചാരിക്കുക, ധാർമ്മികമായ ഒരു പോരാട്ടത്തിൽ അക്രമത്തിൻ്റെ കൊടിയ വയലൻസിൻ്റെ വഴിയെടുക്കുന്നതിന് തെറ്റില്ല എന്ന് മനുഷ്യരെ ചിന്തിപ്പിക്കാൻ ഒരു പക്ഷേ ഇതൊക്കെ ഉപകരിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പോയിന്റ് എൻ്റെ തികച്ചും വ്യക്തിപരമാണ്. അപ്പോൾ ഈ മാർക്കോയെ മാത്രം വെച്ചിട്ട് നമ്മളത് അഭിപ്രായം പറയുന്നത് മാർക്കോ ആരാധകർ വിചാരിക്കാൻ വേണ്ട. എൻ്റെ ഇതിലുള്ള അഭിപ്രായം, എൻ്റെ സിനിമയിൽ വയലൻസ് ഉണ്ട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സിനിമകൾ നമുക്കത്ര ശുഭകരമായ സിനിമയല്ല. നിങ്ങൾ നല്ല സിനിമ ഉണ്ടാക്കുക. വയലൻസിനെ, അക്രമത്തെ, ചോരയെ കച്ചവടമാർഗമാക്കുന്നത് ഒരു നല്ല ട്രെൻഡല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. ചേട്ടാ, എൻ്റെ സംശയം വീണ്ടും ഇത്രയേ ഉള്ളൂ. അതൊരു വയലൻസ് പടമാണ്. ഇതിനകത്ത് വയലൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കാതെ ഇതിനകത്ത് തുണ്ടുണ്ട് നിങ്ങൾ വന്ന് കാണ് എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. അതിനകത്തുള്ള സാധനം ജനങ്ങളോട് ഇതാണ് അതിനകത്തുള്ളത് എന്ന് പറഞ്ഞ് വിളിക്കാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ അതിനകത്ത് 18+A എന്നൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് 18 പിള്ളേരൊന്നും കാണാൻ വരണ്ട എന്നവർ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും പറയാതെ അവർക്ക് വിളിക്കാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾ പറയുന്നു ഇങ്ങനത്തെ പടങ്ങൾ വാട്ട് ഈസ് ദാറ്റ്? നിങ്ങൾ ചിലപ്പോൾ കാണുമായിരിക്കും. നിങ്ങൾ ചിലപ്പം ഇവിടെ വരുന്ന ഈ പ്രേമലു പോലുള്ള പ്രേമപ്പടങ്ങളും, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഫാമിലി ഓറിയന്റഡ് പടങ്ങളും, ഇത് മാത്രം ഈ കേരളത്തിൽ ഇറങ്ങിയാൽ മതി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം. ആക്ഷൻ മൂവീസ് ഒന്നും വേണ്ടപ്പം. ആക്ഷൻ മൂവീസ് ആണെങ്കിൽ ഇച്ചിരി ചോരയും ഇതുമൊക്കെ തെറിക്കൂടെ, മനസ്സിലായില്ലേ? അതൊന്നും വേണ്ട. ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇറങ്ങിയാൽ ഓക്കെ, ഞാൻ നിങ്ങൾ പറഞ്ഞതിനകത്ത് യോജിക്കുന്നത്. അങ്ങനെയുള്ള സിനിമകൾ മാത്രം മതി ഇവിടെ. അങ്ങനെയുള്ള സിനിമകൾ മാത്രം ഇറങ്ങിയത് കൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങളും മാറുമോ? ഇവിടെ ഉണ്ടാവുന്ന പീഡനങ്ങൾ, ഇവിടെ ഉണ്ടാവുന്ന കൊലപാതകങ്ങൾ, ഇതെല്ലാം ഇല്ലാതെയാകുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സിനിമ മനുഷ്യരെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ എല്ലാവരും സിനിമയിൽ കാണുന്ന അതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അത് കണ്ട വിവരദോഷികൾ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. അവർക്ക് സിനിമ കാണണമെന്നില്ല. അല്ലെങ്കിൽ അവർക്ക് മലയാളം സിനിമ കാണണം. ഞാൻ നേരത്തെ പറഞ്ഞ അവർ പുറത്തുള്ള സിനിമകൾ കണ്ടിട്ട് അതാണ് ചെയ്യണോ? എന്താണ് എനിക്ക് ആദ്യമായിട്ടാണ് ഔട്ട് ഓഫ് ഫോക്കസിലെ ഒരു ചർച്ചാ വിഷയം നടന്നൊരു ചർച്ചയിൽ എനിക്ക് ഇത്രയും
അവരോട് യോജിക്കാൻ പറ്റാതെ, ചില കാര്യങ്ങളിലൊക്കെ യോജിക്കാൻ പറ്റാതെ വരാറുണ്ട്. പക്ഷെ ഇത്രയും ഈ ഒരു സിനിമയുടെ കേസിൽ വന്നപ്പോഴത്തേക്ക് അതുപോലെ തന്നെ അയാൾ പറയുന്നുണ്ട്, മാർക്കോ എന്ന സിനിമയെ വെച്ച് മാത്രമല്ല, ഓക്കെ മാർക്കോ എന്ന സിനിമയെ വെച്ച് മാത്രമല്ല നിങ്ങൾ പറയുന്നതെങ്കിൽ പോലും ഇങ്ങനെയുള്ള സിനിമകൾ ഇവിടെ വേണം, ഇങ്ങനെയുള്ള സിനിമകളെ ഇവിടെ വേണ്ട. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ അഭിപ്രായം പറയുന്നു, പോകുന്നു, നോ ഇഷ്യൂ ഇൻ ദാറ്റ്. പക്ഷെ അങ്ങനെയുള്ള സിനിമകൾ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക 1-2 കാറ്റഗറി സിനിമകൾ മാത്രമായി പോകും. അതൊരു പരിധി കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് മടുപ്പാവും, തിയേറ്ററിലേക്ക് ആരും ചെല്ലത്തില്ല. ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ കുത്തനെ വീഴും. അങ്ങനെ വീഴാതിരിക്കണമെങ്കിൽ എല്ലാ ജോണേഴ്സ് ഓഫ് പടങ്ങളും നമ്മുടെ നാട്ടിൽ ഇറങ്ങണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ മലയാളം എന്ന് പറയുന്ന ഇൻഡസ്ട്രി അങ്ങോട്ട് ഉയർന്നു ചെല്ലുകയുള്ളൂ. അതല്ലേ നമുക്കൊക്കെ വേണ്ടത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക.